മോനെ വിദ്യാലോകത്തിന്റെ മുമ്പിലാണ് പെരുമ്പിലാവ്. വിദ്യാലോകം എന്നാണ് പേര്. 19s സംഭവമാണ് ഇവിടെ മൊത്തം. ഫുൾ ഫ്രെയിമിങ് 19s ആണ്. അപ്പൊ ഉള്ളിൽ നോക്കാം. ഓക്കെ കമോ. ഇതാണ് ഗൈസ് ഇവിടുത്തെ മെനു. അച്ഛന്മാരിവിടേക്ക് എന്തായാലും പറയണം. കിഡിലെ പ്ലേസ് ആണ്. വെറും കിഡിലെ പ്ലേസ് ആണ് ഇത്. ഫുഡും ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഫുഡ് പറയാനുണ്ട്. എൻ്റെ അന്ന് ബീഫ് പള്ളിക്കറിയും നെയ്ച്ചോറും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നൈസായിരിക്കുള്ളൂ. ഇത്രയും സെറ്റപ്പൊക്കെകളല്ലേ. അപ്പോൾ ഇത് അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടുത്തെ വ്യൂസൊക്കെ കാണിച്ചു തരാം. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം അല്ലേ. യെസ് ഗൈസ് ഫുഡ് എത്തി. കണ്ടിട്ട് കുഴപ്പമില്ല. അതിന് ടേസ്റ്റ് നോക്കി വെക്കാം. ഓക്കെ ചോറ് എന്തായിരുന്നു പറഞ്ഞത്? ഇതെന്തായിരുന്നു പറഞ്ഞത്? അല്ല ഇതിനെന്താ പരി പറഞ്ഞത്? നെയ്ച്ചോറും പിന്നെന്താ പറഞ്ഞത്? കോപ്പ് സംഭവം ടേസ്റ്റ് നോക്കാം. ബീഫ് പുള്ളിക്കറിയും നെയ്ച്ചോറും. ബീഫ് പുള്ളിക്കറി നെയ്ച്ചോറും. ബീഫ് പുള്ളിക്കറി നെയ്ച്ചോറും. കഴിച്ചോക്കാം. സാധാരണ നെയ്ച്ചോറ് ബീഫ് അടിപൊളിയാണ്. കിടിലാണ്. സാറിലാ കഴിച്ചു തരാം. ഓക്കെ ഇത് മതിയായി മച്ചാൻ മതി. ഫുഡ് മതിയായി. നമുക്കിതിൻ്റെ ഉള്ളിൽ നോക്കാം. നാച്ചുറൽ ബ്യൂട്ടിയാണ്. നാച്ചുറൽ ബ്യൂട്ടി. അപ്പുറത്തെ ഫുഡിങ്ങാണ്. ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഫ്രെയിമിങ് ഒക്കെയാണല്ലോ. 1950 1955 അങ്ങനത്തെ കുറച്ച് മൂവീസിൻ്റെ ഫ്രെയിംസ് ഒക്കെ ഉണ്ട്. ഇവിടെ വേറൊരു മൂവിയുടെ ഫ്രെയിം ഉണ്ട്. അങ്ങനെ കുറച്ച് 19s എല്ലാ മൂവീസിൻ്റെ ഫ്രെയിമിങ് ഉണ്ട് ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് സ്പോട്ട് ബാ ഇരിക്കാൻ പ്ലേസ് കിട്ടോ. അച്ഛന്മാരെ മുകളിൽ ഇരിക്കാൻ പ്ലേസ് ഉണ്ട് കേട്ടോ. അവിടെ ആണെങ്കിൽ അവിടെ കയറിയിരിക്കാം. കാണിച്ചോടാ ബാ കമോൺ. നല്ല ഫ്രെയിമിങ് ഗുഡ് ഫ്രെയിം ഉണ്ട്. ഫ്രെയിം ഞാനിവിടെ ഫുഡ് ഉണ്ടാക്കുന്ന ഇതാരെന്ന് മനസ്സിലായി. മനസ്സിലായി ഞാൻ കിട്ടുന്നുണ്ടോ? കമ്പനി ഇടും. ആരാണ് ചോറ് വയ്ക്കാൻ പോയിട്ടോ? കമ്പനി ഇടും. ആരാണ് മൊത്തം മീനുണ്ടാ. മീനിട്ട് കഴിയും മച്ചമാരെ. മീനുണ്ട് മച്ചാമാരെ. ചെക്കന് പിക്കെടുത്തറൊക്കെ എന്നത്ര വാ പിക്കെടുത്ത് തരാം. വാ പിക്കെടുത്ത് തരാം. വാ ആ ഒന്ന് പിക്കെടുത്ത് തരാം. നീ അവിടെ വാ സെറ്റാക്കിയതാ. അഞ്ചാമരെ പിന്നെ രണ്ടൊന്ന് പിക്കെടുത്ത് തുറക്കട്ടെ. എൻ്റെ നൈസ് തെറിക്കാൻ പോയി സ്ഥലത്തിന്. ഓക്കെ അഞ്ചാമരെ നൈസായിട്ട് അവിടെ GST പിടിച്ച് എന്താ അവസ്ഥയാണ് നോക്കി. 628 648 ആക്കിയത്.
എന്നിട്ട് ഹാൻഡ് വാഷ് ഇട്ട് വരാം. ഓക്കെ GST പിടിച്ച് ഗൈസ് ഉണ്ടോ മിസ്സായിട്ട് GST പിടിച്ച് 628 GST. സൂപ്പർ. പഴയൊരു 90 പേരില്ല വന്നു ആളറിയാണോ കല്ലുപുറത്തുണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ കോസ്റ്റ്ലി ആണ്, പറ്റുന്നവർക്ക് വരാം. നമ്മളിൽ ബഡ്ജറ്റ് സെറ്റാക്കി നമ്മൾ വന്നു, അതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. ബിക്കോസ് ഇവിടുത്തെ അത്യാവശ്യം നല്ല കോസ്റ്റ് അല്ലേ ഫുഡ്. പിന്നെ GST പിടിക്കും മിക്കതും. ഞങ്ങൾക്ക് 628 പക്ഷെ 600 വന്നപ്പോൾ 648. അതുകൊണ്ട് നല്ല രീതിയിൽ GST അങ്ങനെയല്ല. പിന്നെ അവിടെ കോസ്റ്റ് അല്ല നമ്മൾ ഉദ്ദേശിച്ച സംഭവം ലുക്ക് വൈസ് നോക്കിയാൽ മൊത്തം എന്താ ഇതാണ് ഔട്ട്ഡോർ ലുക്ക് വൈസ്. ആംബിയൻസ് ആണെങ്കിൽ വിഷയം ആംബിയൻസ് ആണ് അവിടുത്തെ കണ്ടോ. പക്ഷെ അതിൻ്റെതായ വിലയും വരുന്നുണ്ട്, അതാണ് വേറെ കാര്യം. അതുപോലെ താങ്ങാൻ പറ്റുന്നവർ വന്നാൽ മതി എന്ന് പറയുള്ളൂ. ലൊക്കേഷൻ താഴ്ത്തി ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ അപ്പോൾ മേ ബി മിഡിൽ ക്ലാസ് അങ്ങനെയും പറയാം. ലൈറ്റ് പോയല്ലോ മച്ചാണ്, ലൈറ്റ് കേട്ടെ, ലൈറ്റ് മേ ബി മിഡിൽ ക്ലാസ് പറഞ്ഞ പോലെ. അതുകൊണ്ട് എല്ലാവരും വിസിറ്റ് ചെയ്യണം എന്നാ ഞാൻ പറയത്തുള്ളൂ. ഫണ്ടുള്ളവർ ബഡ്ജറ്റായി വരിക, എൻ്റെ സ്ഥലം കണ്ട് അടിച്ചു പൊളിച്ച് പോവുക. എന്ത് ഒരു ഡിഷ് തന്നെ മിനിമം 250 അത്രയും ബഡ്ജറ്റ് കയ്യിൽ വെച്ചിട്ട് വരാൻ പാടുള്ളൂ, അല്ലാണ്ട് കാര്യമില്ല. പിന്നെ ചിലവരുണ്ട് പൈസയൊന്നും ഫുഡൊന്നും കഴിക്കാതെ വെറുതെ വന്ന് പോണവരുണ്ട്. അങ്ങനെ വേണമെങ്കിൽ വരാൻ, എനിക്കറിയില്ലടാ അതിനെ കുറിച്ചിട്ട്. വേണമെങ്കിൽ വരാമെന്ന് ഉദ്ദേശിച്ചത്, വേറെ ഒന്നുമില്ല. വൈബിനാണെങ്കിൽ നമുക്ക് വരാം അല്ല കുട്ടാ. ബൈ. 2 വട്ടം വഴി തെറ്റിപ്പോയി, ഇതിപ്പോ 3-ാമത്തെ വട്ടമാണ്. ഏതൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വരുന്നത്, എവിടെ എത്തുന്നൊരു പിടിയില്ല. ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്, വീട്ടിലെത്തിയ രക്ഷപ്പെട്ടു എന്ന് പറയാം. അത് പറയാൻ വേണ്ടി വന്നതല്ല, അത് വേറെ അല്ല. ചിലപ്പോ നിന്ന് പോകാൻ വേണ്ടി വേറെ പറ്റില്ല. പെട്രോളൊക്കെ അടിച്ചിട്ട്, പക്ഷെ ലോങ് ഉണ്ട് അത്യാവശ്യം. ഒരു 29 കിലോമീറ്റർ പറഞ്ഞ നമ്മളടുത്ത് 36 കിലോമീറ്ററാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇപ്പൊ എന്തായാലും 36 കുറഞ്ഞിട്ടൊരു 34-33 സംതിങ് ഒക്കെ ഉണ്ടോ ഉറപ്പായിട്ടും. അല്ല കൊറേ ദൂരം ഉണ്ട് ഗൈസ്. എപ്പോ എത്താനാണോ വീട്ടില്? ഞാന് ഫസ്റ്റ് ലൈവ് സ്റ്റാർട്ട് ചെയ്ത് ഓന്റെ വീഡിയോസ് ലൈവ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ആയിട്ടുള്ളൂ, അപ്പഴും കയറുന്നത് 32 വ്യൂ കയറുക. അന്ന് ഒരു ഗുണമില്ല എനിക്കറിയാം. പക്ഷെ എൻ്റെ ഇതില് അപ്പൊ തന്നെ കയറിയത് 32 പേര്. പിന്നെ നീ കുറഞ്ഞ് 30 5 വ്യത്യാസമുണ്ട്. വേറെ കാര്യമൊന്നുമില്ല. ലൈവ് പോട്ടെ, ഹെൽപ്പ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യും, ജീവിച്ചു പോട്ടെ. ശരി എന്നാ ഓക്കെ. അച്ഛന്മാരെ നമ്മൾ ഇറങ്ങി നേരെ വീട്ടിൽ പോവാ. അമ്മയ്ക്ക് ഫുഡ് കൊടുക്കണം. അമ്മയുടെ ഫുഡ് കുറച്ച് പാർസൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഫുഡ് കൊണ്ടു കൊടുത്തിട്ട് നേരെ ടൗണിലോട്ട് പോയിട്ട് അവിടെ നിന്ന് നേരെ ഇവൻ്റെ വീട്ടിൽ പോയിട്ട് ഇവനെ കൊണ്ടാക്കിയിട്ട് നേരെ തിരിച്ചു വരും വീട്ടിൽ. ഇതാണ് ഇന്നത്തെ പ്ലാൻ. അല്ല പ്ലാൻ കഴിഞ്ഞ് ഇതൊരു സംഭവം ഇന്നത്തെ പ്ലാൻ കഴിഞ്ഞ്. അപ്പോൾ ആ ക്ലിപ്പ് ആഡ് ചെയ്യാം. ഓക്കെ, ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, അല്ലാതെ പണമല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതന്നെ, വേറെ ഒന്നില്ല കൂടി പോയാൽ. ഓക്കെ ബൈ. A few moments later. എടാ മോനെ അടിച്ച് കയറി മരട്ടെ.